നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഗംഗാപ്രസാദ് ദിലീപിന്റെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ദിലീപും കൂട്ടരും കൂടെ കാർത്തികയുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ അവര് ഒരുങ്ങി ഇറങ്ങി താഴേക്ക് വരുമ്പോ ഹാളിലേക്ക് വരുന്ന സമയത്ത് ദിലീപിന്റെ അമ്മ രേണുവും അച്ഛൻ വാസുവും ഒക്കെ ഹാളിലുണ്ട്. അപ്പൊ വേറെ ബന്ധുക്കാരൊക്കെ അവിടെയുണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചിരിക്കുവാണ്. അങ്ങനെ ദിലീപ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാസു ചോദിച്ചു, എടാ ഇതിപ്പോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ, പത്രത്തിൽ കൂടെ ന്യൂസ് ചാനലിൽ കൂടെ കണ്ടല്ലേ ആ ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അയാളെ കുറിച്ചൊക്കെ എല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ടിപ്പോ ഈ ഒരു പോക്ക് ഇത് വേണമായിരുന്നോ, ഒഴിവാക്കി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, അച്ഛാ അങ്ങനെ പേടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പേടിച്ചിരിക്കാനും സമയം കാണുള്ളൂ, ഒന്നിനും പറ്റില്ല എന്ന് പറയണം. രേണു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാടാ, ഇതേ നീ കല്യാണമോ വേണ്ടെന്ന് പറഞ്ഞിരുന്നവനാ, പിന്നെ കാർത്തിയെ കണ്ടു കഴിഞ്ഞപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാനായിട്ട് നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിനൊക്കെ സമ്മതിച്ചാ. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നവനാ നീയ, പക്ഷെ നിനക്ക് അവളെ ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിനൊക്കെ സമ്മതിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ മോനേ ഉള്ളൂ. ദിലീപ് പറഞ്ഞു, എന്റെ അമ്മ ഇങ്ങനെ പേടിച്ചാലോ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ആ സമയം ഗംഗാപ്രസാദ് കുറെ ഇലയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നേ. ഗംഗാപ്രസാദ് പതുക്കെ ഗേറ്റിന്റെ അരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു കാർ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടു. പിന്നീട് ഗംഗാപ്രസാദ് അവിടുന്ന് നേരെ ഹാളിലേക്ക് കയറി വരുവാണ്. അങ്ങനെ കയറി വരണ സമയത്ത് ബാക്കി എല്ലാരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്നത് കണ്ടു, ദിലീപിന്റെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ. അപ്പം ഗംഗാപ്രസാദ് ഇലയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആ ഇല വന്നോ, ഒരു കാര്യം ചെയ്യുക, അകത്ത് കൊണ്ടേ വെച്ചേക്കാനായിട്ട് പറയാണ്. അങ്ങനെ ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, പതുക്കെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഈ സമയത്ത് ദിലീപിന്റെ അച്ഛൻ പറഞ്ഞു, ഒരുത്തൻ കൊലക്കത്തിയായിട്ട് നടക്കുക, ആ സമയത്താണ് അവനിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്, അവനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു. ദിലീപിന്റെ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടേ കേക്കില്ല, നിങ്ങൾക്കൊന്ന് പറയാൻ മേലായിരുന്നോ, അത് പിന്നെ പോയിട്ട് വരട്ടെ, ഇനിയിപ്പം നമ്മളായിട്ട് ഇനിയിപ്പൊ എതിരൊന്നും വേണ്ട, പിന്നെ അധികം ആൾക്കാരെ ഒന്നും കല്യാണം വിളിച്ചിട്ടില്ലോ, 10-75 പേരിലേ ഉള്ളൂ, വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ആ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ഒരുത്തനുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഗംഗാപ്രസാദ് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ രേണു കോളനിയിലുള്ളവർ, ഈ ഹൗസിംഗ് കോളനിയിലുള്ളവരൊക്കെ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കല്യാണമായി ഞങ്ങളെ വിളിച്ച് നടത്തുന്നില്ല, റിസപ്ഷൻ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇച്ചിരി ഗംഭീരമായിട്ട് നടത്തിയാലോന്ന്. അപ്പോഴേക്ക് രേണു പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഗുണ്ടയുടെ ആൾക്കാർക്കും അവരും അങ്ങോട്ട് കയറി വരാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും, കാരണം ആ പെങ്കൊച്ചു കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴേത് നിമിഷമുള്ള ആപത്ത് സംഭവിക്കാം. ഇതൊക്കെ കേട്ടോണ്ട് ഗംഗാപ്രസാദ് അകത്ത് നിൽക്കുന്നുണ്ട്. ഗംഗാപ്രസാദ് പറഞ്ഞു, എന്താണെങ്കിൽ ഈ തള്ളയ്ക്ക് കുറച്ച് ബോധമൊക്കെ ഉണ്ടെന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞു, എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ്. പിന്നീട് ഗംഗാപ്രസാദ് ഹാളിലേക്ക് വരുവാണ്. ഇലയൊക്കെ വെച്ചിട്ട് വരുന്ന സമയത്ത് പിന്നെ ദിലീപിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല പൈസ വേണ്ടേന്ന് ചോദിക്കുകയാണ്. പൈസ കടയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അല്ല കടയിൽ കൊടുക്കേണ്ട കാര്യമില്ല, ഇത് ഇപ്പൊ തന്നെ കൈയോടെ വെച്ച് എത്രയാന്ന് ചോദിക്കണം. 500 രൂപ എന്നാ പറഞ്ഞേ. 600 രൂപയുണ്ട്, ഇത് വെച്ചോളാൻ പറയണം. അങ്ങനെ 600 ഗംഗാപ്രസാദിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഗംഗാപ്രസാദ് അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം ദിലീപിന്റെ അച്ഛൻ പറഞ്ഞു, 100-150 രൂപയുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇത് അത് കൂടുതലുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ ഇരുന്നൊരു ബന്ധു പറഞ്ഞു, അല്ല വരുന്നവർക്കല്ലേ ഇനിയിപ്പോ ആഹാരം അതിനകത്ത് കൊടുക്കാമല്ലോ. രേണു പറഞ്ഞു, അത് ശരി, ആഹാരം കൊടുക്കാം, ഇപ്പൊ അവൻ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോയിരിക്കല്ലേ, പിന്നെ അവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആഘോഷം കാണുമല്ലോ, അപ്പൊ ആ സമയത്ത് ഇല ഉപകരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് പുറത്തിറങ്ങിയ ഗംഗാപ്രസാദ് ചുറ്റും നോക്കി. അതിനുശേഷം ആ പുറവശത്തെ ഗോവണിയുടെ അങ്ങോട്ടേക്ക് വന്നു. അതുവഴി അവൻ എന്ത് ചെയ്യുവാണ്, ആ മുകളിലത്തെ നിലയുടെ അവിടുത്തെ ആ കതവ് തുറക്കുവാണ്. ആ കതവ് തുറക്കാനായിട്ട് അവന്റെ കയ്യില് പ്രത്യേക ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗംഗാപ്രസാദിന്റെ മുന്നിലാണ് ഏത് കതവും തുറന്നു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അതുവഴി അകത്തേക്ക് ഇറങ്ങുവാണ്. പക്ഷെ ഇതൊന്നും അകത്തുണ്ടായിരുന്ന ദിലീപിന്റെ അച്ഛനും അമ്മയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അകത്ത് കയറി. ഈ സമയത്ത് ദിലീപിന്റെ അച്ഛനോട് കൂട്ടുകാരൻ ചോദിച്ചു, അല്ല ഇനിയിപ്പം നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നാലോ. അപ്പോഴേക്കും ദിലീപിന്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് കിടന്നാലും ഇപ്പോൾ ഉറക്കം വരത്തില്ല. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയണം. അല്ല വാസവേട്ടാ, നമുക്കൊന്ന് ആഹാരം കഴിച്ചാലോ, കഴിക്കുന്നതിന് മുമ്പ് ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ലിക്കർ, അതാണോ. ദിലീപ് കുടിക്കില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാ പോയിരിക്കുന്നത്, അതിനെന്താ നമുക്ക് തുടങ്ങാന്ന് പറയണം. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്ന, പാത്രം നിലത്ത് വീഴുന്ന പോലെ. അപ്പോഴേക്കും രേണു വെച്ചു, ഇതാരായിരിക്കും എന്നൊക്കെ ഓർത്തോണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ്. ആ സമയം ഗംഗാപ്രസാദ് അവിടെ ഉണ്ടായിരുന്നു. ഗംഗാപ്രസാദ് പെട്ടെന്ന് ഫ്രിഡ്ജിന്റെ അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. പിടിച്ചില്ലെന്ന മട്ടിലാണ് നിൽക്കുന്നത്.
ഒന്ന് പാള് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണും. രേണു വന്നിട്ട് അവിടെയൊക്കെ നോക്കി, ഒന്നും കാണുന്നില്ല. തോന്നിയതായിരിക്കും, വേറെ എന്തെങ്കിലും ശബ്ദം കേട്ടായിരിക്കും എന്ന് എഴുതിയിട്ട് രേണു അങ്ങോട്ട് പോയി. ആ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുക, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അവനോട് ഒരു ശത്രുതയില്ല. അവൻ പാവം പിടിച്ചൊരു ചെറുപ്പക്കാരനാ. പക്ഷേങ്കിൽ അവൻ ഇച്ചിരി സാഹസം കാണിച്ചു. അവൻ വലിയ ആളാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് അവളുടെ കഴുത്തിൽ താരി കെട്ടാനായിട്ട് ഒരുങ്ങുന്നു. അപ്പൊ പിന്നെ അവനിട്ട് പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ. അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് മനസ്സിൽ പറയുവാണ്. ആ സമയം കാർത്തിയെ ഒരുക്കുവാണ്. കല്യാണിയും കാദംബരി അടുത്ത് തന്നെ അമലുവും ഉണ്ട്. പിന്നീട് കാർത്തി വെച്ചത് ഓവറാണോ നോക്കി, ഓവറൊന്നും അല്ലേ ചേച്ചി, നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, ദേ അമലു, ഇനിയിപ്പോ അടുത്ത നിന്റെ കല്യാണം കേട്ടോ. മലദൈവങ്ങളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിയിട്ട് ദേ ഇവിടെ വെച്ച് നമുക്കൊരു സദ്യയൊക്കെ നടത്തിയേക്കാന്ന് പറയണം. നിനക്ക് അവിടുന്ന് കൊണ്ടുവരാനുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരെ, എന്നിട്ട് ഇവിടെ വെച്ച് നമുക്കൊരു ഗംഭീര സദ്യ തന്നെ നടത്താം. ഇത് കേട്ടുകഴിഞ്ഞിട്ട് അമലുവിന്റെ മുഖമൊന്നും മാറിയില്ല. എന്താ അമലു, നിനക്ക് ഇത് എന്താ പറ്റിയത്, നിന്റെ മുഖം തോന്നാ തെളിയാത്ത എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അത് പിന്നെ ഒരുത്തന് സ്നേഹിച്ച് വഞ്ചിച്ചല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവനെ സ്നേഹിച്ചതിന്റെ പേരിലല്ലേ അമലുവിന് ഇതൊക്കെ സഹിക്കേണ്ടി വന്നേന്ന് ചോദിക്കുകയാണ്. കാദംബരിക്കോ കാർത്തികയ്ക്കൊന്നും അറിയത്തില്ല അമലു പ്രഗ്നന്റ് ആയിരുന്നു, അബോർട്ടായെന്നുള്ളത്. പിന്നീട് കല്യാണി പറഞ്ഞു, അതിന്റെ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് ഇത്തിരി കാലം കഴിയുമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് കാർത്തിയെ നോക്കിക്കൊണ്ട് കാദംബരി പറഞ്ഞു, എന്താണെങ്കിലും നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ. അപ്പോഴേക്കും കാർത്തിയെ പറഞ്ഞു, അതിനെന്നെ ദിലീപ് കണ്ടിട്ടുണ്ടല്ലോ. ദിലീപ് കണ്ടിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ കൂടെയുള്ള ആൾക്കാർ കൂട്ടുകാരൊന്നും കണ്ടിട്ടില്ലല്ലോ. അവരൊക്കെ കാണും പറയണം, എടാ നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് നല്ല സുന്ദരി കുട്ടിയാന്ന് പറയണം. കല്യാണി പറഞ്ഞു, അത് ശരിയാ, എല്ലാരും എന്റെ ചേച്ചിയെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോഴേക്കും കാദംബരി ചോദിച്ചു, അല്ല ഇതെന്താ അമലു നീ ഈ വേഷത്തിൽ ഇരിക്കുന്നേ, ഈ പരമ്പരാഗത വേഷമൊക്കെ ഇവിടെ വേണോ? അല്ല ഇവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തല്ലേ കല്യാണി, ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്താ എന്നാ പിന്നെ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് ഇതേ ഇവിടുത്തെ വേഷത്തിൽ അങ്ങോട്ട് വന്നാ മതി. ഇതേ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വേഷം മതി കിട്ടോന്നൊക്കെ പറയണം. അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല അമലു മിണ്ടാ നിൽക്കുന്ന കണ്ടപ്പോ കാദംബരി എന്താ അമലു നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ, നീ അവനെ സ്നേഹിച്ചത് മാത്രമല്ലേ ഉള്ളൂ, അല്ല നിനക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ലോ, നീ അതൊന്നും കാര്യമാക്കണ്ട. നീ അവനെ സ്നേഹിച്ചതിന്റെ പേരില് മലദേവങ്ങൾ നിനക്ക് ചെറിയൊരു ശിക്ഷ തന്നു. പക്ഷേ ഇനിയിപ്പോ വേലി നിന്റെ കഴുത്തിൽ താലി ആർത്തിക്കോളും മലദേവങ്ങളെയൊക്കെ മുന്നിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും അമലുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അമലു ഒരു ഭയങ്കര വിഷമമായി. ഇതേ സമയത്ത് കിരണും ഹരിയേട്ടനും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പൊ കിരൺ പറഞ്ഞു, ഞാൻ ലക്ഷ്മിയമ്മയോട് പറഞ്ഞ കുറച്ചും കൂടെ മിറ്റമുള്ളൊരു വീട് എടുക്കണമെന്ന്, അങ്ങനെ എടുക്കുമായിരുന്നെങ്കിലോ ഇപ്പൊ പന്തലൊക്കെ അതിഗംഭീരമായിട്ട് ഇടായിരുന്നല്ലോ എന്ന് പറയണം. ഹരിയേട്ടൻ പറഞ്ഞു, അതിന് പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പൊ നമ്മൾ പുതിയതായിട്ട് പണിയുന്ന ആ വീടിന്റെ ആ വില്ലയുടെ അവിടെ ഒരു വില്ല ലക്ഷ്മിയമ്മയ്ക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കുമല്ലേന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അപ്പോഴേക്കുമാണ് ദിലീപിന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ദിലീപ് ഫ്രണ്ട്സ് കാറിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദിലീപ് പറഞ്ഞു, അതെ യുവമാർക്ക് കാർത്തിയെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം. അല്ല അതൊക്കെ ഞങ്ങൾക്കറിയാം, കണ്ടു വരാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് എങ്ങനെ എന്ത് ചെയ്തു, അവരെയും കൂട്ടി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ലക്ഷ്മിയമ്മ വന്നു. ലക്ഷ്മിയമ്മയോട് കിരൺ ചോദിച്ചു, അല്ല കാർത്തിക എന്തിയെ, മോൾ അകത്തുണ്ടെന്ന് പറയണം, എന്നാ കാർത്തികയെ വിളിച്ചോളാൻ പറയണം, വാ മക്കള് കയറി വന്നൊക്കെ ലക്ഷ്മിയമ്മ പറഞ്ഞു. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇതേസമയം കാർത്തികയുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണി ചോദിച്ചു, എങ്ങനെയുണ്ട് കാദംബരി ചേച്ചി? നല്ല സുന്ദരി കുട്ടിയല്ലേ, ഇപ്പൊ കണ്ടാ നല്ല രാജകുമാരി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല രാജകുമാരൻ എത്തിയാവോ? അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, അവരെത്തിയിട്ടുണ്ടെന്ന് പറയണം, മോള് വരാൻ പറയണം. അങ്ങനെ കാർത്തികയുടെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ആ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്യുക, ദിലീപിന്റെ ദിലീപിന്റെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുക. ആദ്യരാത്രി ആഘോഷിക്കാനുള്ള മുറി, അവൻ കിടന്നുറങ്ങുന്ന മുറി, ഇനിയിപ്പം അവന്റെ മരണമായിരിക്കും നടക്കാനായിട്ട് പോന്നെ. എന്ത് ചെയ്യാൻ പറ്റും, പാമ്പൊടിച്ചൊരു ചെറുപ്പക്കാരന്, പക്ഷേ കൊല്ലാതിരിക്കാൻ തനിക്ക് പറ്റില്ല എന്നൊക്കെ കരുതിയിട്ട് അവൻ എന്ത് ചെയ്തു, ഗംഗാപ്രസാദ് നേരെ ആ കട്ടിലിനടിയിലേക്ക് കയറി ദിലീപിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദിലീപിന്റെ കട്ടിലിനടിയിൽ കയറി കിടക്കണം. ഇതൊന്നും പക്ഷേ ദിലീപിന്റെ വീട്ടുകാരെ അറിയുന്നുണ്ടായിരുന്നില്ല. ദിലീപ് കാർത്തികയുടെ വീട്ടില് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നു. അപ്പോഴേ കിരണും കേക്കൊക്കെ കൊണ്ടുവച്ചു. പിന്നീട് കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത വർഷം ബർത്ത്ഡേയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാം, അടുത്തടുത്ത ദിവസങ്ങളിലല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പറഞ്ഞു, എന്നാ ഇനി താമസിക്കേണ്ട, കേക്ക് കട്ട് ചെയ്തോളാൻ പറഞ്ഞു. ദിലീപ് പറഞ്ഞു, കാർത്തി നീയും കൂടെ പിടിക്കാൻ പറയണം. അല്ല ദിലീപേട്ടൻ കട്ട് ചെയ്താൽ മതി. ഹനുമതി മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ, ഒരുമിച്ച് രണ്ടുപേരും കട്ട് ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അതിനൊക്കെ ശേഷം ദിലീപ് പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങൾ നിൽക്കുന്നില്ല,
അവിടെ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേക്ക് മുറിക്കുന്നില്ലെങ്കിലും എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ വരും. അപ്പോൾ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2-3 പേര് മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, സൂക്ഷിക്കണം മോനെ. അതെ, അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട്. ഒരു കാലം പുറത്തുണ്ട്. എപ്പോഴാണ് അവന്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയില്ല. ദിലീപ് പറഞ്ഞു, അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ മുത്തശ്ശി? നമ്മൾ ഇറങ്ങേണ്ട കാര്യത്തിന് ഇറങ്ങണ്ടേ? പിന്നെ മരണം എപ്പോഴും ഏത് സമയം ആർക്കാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പം നമുക്കൊരു ഭീഷണി ഇല്ലെങ്കിൽ കൂടെ മരണം വരേണ്ട സമയത്ത് നമ്മളെ തേടിയെത്തുമെന്ന് പറയണം. അങ്ങനെ പേടിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കില് ഗംഗാപ്രസാദ് അവന്റെ കട്ടിലിനടിയിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവനറിയില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.